ഇനി കോട്ടയം അയർക്കുന്നത്തെ ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജിസ്മോളുടെ അച്ഛൻ തോമസ്. അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ട് ജിസ്മോളുടെ അച്ഛൻ തോമസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സനോജ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സനോജ്, എന്തായാലും ഈ ജിസ്മോളുടെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്തൃപിതാവും നിലവിൽ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടികളിലൂടെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഇതാ തോമസ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും നേരത്തെ മുഖ്യമന്ത്രി കോട്ടയത്ത് വന്ന വേളയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജിസ്മോളിന്റെ പിതാവ് തോമസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ നൽകുന്നതോടൊപ്പം തന്നെ പോലീസിന്റെ കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഈ ജിസ്മോളിന്റെ ഭർത്താവിന്റെ പിതാവിനെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റുമാനൂർ കോടതിയിലും ഒപ്പം തന്നെ ജില്ലാ കോടതിയിലും ഇരുവരും ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും ഈ രണ്ട് കോടതികളും ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിസ്മോളിന്റെ പിതാവ് തോമസ് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ മാർഗം പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഈ ഭർത്താവിന്റെ സഹോദരിയെയും മാതാവിനെയും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഈ തോമസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പുകളോ ഒന്നുമില്ലാത്ത ഒരു കേസാണ്. ജിസ്മോൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഭർത്താവിന്റെ പിതാവിനെയും അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ കോട്ടയം അയർക്കുന്നത്തെ ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയിലാണ് ഇപ്പോൾ പിതാവ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്.